ഹലോ പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വിഷയം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ തംബ്നെയിലിൽ കണ്ടതുപോലെ തന്നെ നമുക്ക് നേരിട്ട ഒരു വൻ ചതി നിങ്ങളെ അറിയിക്കുന്നതിന് വേണ്ടി മാത്രമാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്തത്. ചിലപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇതുപോലെയുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. പക്ഷേ അധികം ആൾക്കാരും ഇതൊന്നും അങ്ങനെ കൂടുതലായിട്ട് പുറത്തോട്ട് പറയാൻ വേണ്ടിയിട്ട് ആരും അങ്ങനെ ശ്രമിക്കില്ല. കാരണം ആൾക്കാരെന്ത് വിചാരിക്കും, നമ്മളിങ്ങനെയൊക്കെ പറഞ്ഞാൽ അത് ശരിയാവുമോ എന്നൊക്കെ തോന്നിയിട്ട് ചിലവരൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒളിച്ചു വെക്കും, അല്ലേ? അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഈ പറ്റിയ കാര്യം നിങ്ങളെ എല്ലാവരെയും ഒന്ന് അറിയിക്കണം എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. അതായത് നമ്മളെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും പുറത്തു പോയിട്ട് അങ്ങനെ സാധനങ്ങളൊന്നും വാങ്ങാൻ പറ്റിയെന്ന് വരില്ല, അല്ലേ? അപ്പോൾ എന്നെപ്പോലെയൊക്കെയുള്ള ഒരാൾക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളധികവും എന്തെങ്കിലും സാധനങ്ങളൊക്കെ വാങ്ങണമെങ്കിൽ അധികവും ഓൺലൈൻ ഷോപ്പിംഗ് ആപ്പുകളെയാണ് നമ്മൾ ആശ്രയിക്കുക, അല്ലേ? എന്നെപ്പോലെയുള്ളവരൊക്കെ അധികവും ഓൺലൈൻ ഷോപ്പിംഗ് ആപ്പ് തന്നെയാണ് നമ്മൾ ആശ്രയിക്കുന്നത്. അപ്പോൾ ഇന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഷോപ്പിംഗ് ആപ്പുകളുണ്ട്. നമുക്ക് ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം, അല്ലേ? എല്ലാത്തിലും നമുക്ക് എന്ത് സാധനം വേണമെങ്കിലും നമുക്ക് കിട്ടും. ഏത് ആപ്പ് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു ആപ്പിനെ കുറിച്ച് തന്നെയാണ്. ഒരു ഓൺലൈൻ ആപ്പിൽ നിന്ന് നമുക്ക് പറ്റിയ ഒരു പ്രശ്നം നിങ്ങളെ കൂടി അറിയിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അതായത് ഫ്ലിപ്കാർട്ട് എന്ന് പറയുന്ന ഷോപ്പിംഗ് ആപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. ഫ്ലിപ്കാർട്ടൊന്നും അറിയാത്ത ആരും ഉണ്ടാവില്ല, അല്ലേ? അപ്പോൾ കുറേ കാലങ്ങളായിട്ട് ഫ്ലിപ്കാർട്ടിൽ നിന്നും എല്ലാ ആപ്പുകളിൽ നിന്നും വാങ്ങുന്നുണ്ട്. ഫ്ലിപ്കാർട്ടിൽ നിന്നും ഒക്കെ ഒരുപാട് സാധനങ്ങൾ വാങ്ങി കൂട്ടുന്നുണ്ട്. കാരണം നമുക്ക് അത്യാവശ്യമുള്ള സാധനങ്ങൾ വാങ്ങിയല്ലേ പറ്റൂ. അപ്പോൾ ഫ്ലിപ്കാർട്ടിൽ നിന്നൊക്കെ തന്നെ ഒരുപാട് സാധനങ്ങൾ നമ്മൾ ആവശ്യമുള്ളതുമെല്ലാം നമ്മൾ വാങ്ങിക്കുന്നുണ്ട്. അപ്പോൾ വാങ്ങിക്കുന്ന സമയത്ത് നമ്മൾ എന്താണ് വിചാരിക്കുന്നത്, നമ്മൾ ക്യാഷ് ഓൺ ഡെലിവറി ആയാലും പേയ്മെൻറ്റ് ഓൺ ദ സ്പോട്ടിൽ തന്നെ പേയ്മെൻ്റ് ഒക്കെ അടച്ചിട്ട് നമ്മൾ ചെയ്യുന്നതായാലും നമ്മൾ അതിൽ നമുക്കൊരു നല്ല സർവീസ് കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണ് അതിലൊക്കെ നമ്മൾ എല്ലാം ചെയ്യുന്നത്, അല്ലേ? നമുക്ക് സർവീസ് കിട്ടും, ആരും അങ്ങനെ ചീറ്റിംഗ് ഒന്നും അധികം നടക്കുന്നില്ല എന്നൊക്കെ വിചാരിച്ചിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവുക, ഇതിലൊക്കെ തലവെച്ച് കൊടുക്കുന്നുണ്ടാവുക. ഇത് എനിക്ക് വന്നതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം പറയുന്നത്. കാരണം നമ്മൾ ഒരു ഓർഡർ ചെയ്തു, അതായത് കുറച്ച് വിലയുള്ള സാധനം തന്നെയാണ്, ഒരു 5000-ന് മേലെ വരുന്ന ഒരു സാധനം നമ്മൾ ഓർഡർ ചെയ്തു ഫ്ലിപ്കാർട്ടിൽ. ഓർഡർ ചെയ്തിട്ട് ഒരുപാട് നാളായി ഓർഡർ ചെയ്ത് സാധനം ഡെലിവറിക്കായിട്ട് സജ്ജമായിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് നമുക്ക് മെസ്സേജ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും, അല്ലേ? അപ്പോൾ സാധനം നിങ്ങളുടെ ഹബ്ബിൽ എത്തിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് ഇങ്ങനെ വരാൻ തുടങ്ങി. മെസ്സേജ് വന്ന് പിറ്റത്തെ ദിവസം തന്നെ ഈ ഡെലിവറി ഏജൻറ്റുമാർ വിളിച്ചിട്ട് നമുക്ക് സാധനം കൊണ്ട് തരേണ്ടതാണ്, അല്ലേ? ഇതെന്ന് പറഞ്ഞാൽ സാധനം ഇവർ കൊണ്ടുതരുന്നില്ല. നമ്മൾ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെട്ടിട്ടും നമ്മളെല്ലാം അന്വേഷിച്ച് നോക്കുമ്പോൾ ഇവർ പറയുന്നത് നിങ്ങളുടെ വീട്ടിൻ്റെ അടുത്തുള്ള ഹബ്ബിൽ എത്തിയിട്ടുണ്ട് സാധനം തന്നെ ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്ന് വെച്ചാൽ നമ്മൾ വേറെ ഒരു സാധനം ഓർഡർ ചെയ്തതുമായിട്ട് ഇവർ ക്യാഷ് ഓൺ ഡെലിവറിൻ്റെയാണ് ഞാൻ അധികവും ചെയ്യാറ്. ഇതൊരു പറ്റിപ്പോയി. അപ്പോൾ വേറൊരു സാധനവും കൊണ്ട്, ഒരു ചെറിയൊരു സാധനവും കൊണ്ട് ഇവർ വന്നപ്പോൾ ഞാൻ ചോദിച്ചു, ഇങ്ങനെയൊരു സാധനം കൂടി ഉണ്ടല്ലോ നമ്മുടേതായിട്ട്, ഡെലിവറി കുറച്ച് ദിവസം മുന്നേ കാണിക്കുന്നുണ്ട്, നിങ്ങൾ എന്തുകൊണ്ടാണ് ഡെലിവറി ചെയ്യാത്തതെന്ന് ചോദിച്ചു. അപ്പോൾ ആ വന്നയാൾ പറഞ്ഞു, കുറച്ച് വലിയ സാധനമാണ് ചേച്ചി, പിന്നെ ഇത് കൊണ്ടുതരാൻ വേണ്ടി ആളില്ല, വണ്ടിയില്ല എന്നൊക്കെയാണ് അവർ പറയുന്നത്. കാരണം ഇവർക്ക് ഈ വലിയ സാധനം കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇവർക്ക് ഡെലിവറി ചാർജൊന്നും ഇവർക്ക് കിട്ടില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ചെറിയ സാധനമൊക്കെ ആകുമ്പോൾ അതിൻ്റെ എല്ലാം ഡെലിവറി ചാർജ് ഇവന്മാർക്ക് കിട്ടും. അപ്പോൾ ഇതുപോലെയുള്ള സാധനങ്ങൾ ഓർഡർ ചെയ്തവരൊക്കെ പൊട്ടന്മാരായിട്ട് ഇവിടെ ഇരിക്കുകയാണോ വേണ്ടത്? അപ്പോൾ ഇവർ പറഞ്ഞു, എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ നമുക്ക് പിന്നെ കൊണ്ടുവരാൻ ആളില്ല എന്നൊക്കെയാണ് ഇവർ പറഞ്ഞത്. ഓക്കെ, കൊണ്ടുവരാൻ ആളില്ലെങ്കിൽ ആൾ എന്തായാലും ഉണ്ടാവണമല്ലോ. കാരണം വലിയ സാധനങ്ങൾ AC, അതുപോലെയുള്ള മൊബൈലായാലും AC ആയാലും എന്ത് സാധനങ്ങളും ഇന്ന് നമ്മൾ ഓൺലൈനിൽ നമ്മൾ ഇന്ന് വാങ്ങിക്കുന്നുണ്ട്, അല്ലേ? അധികം പേരും വാങ്ങിക്കുന്നുണ്ടാവും. എന്ത് ധൈര്യത്തിലാണോ വാങ്ങിക്കുക നമ്മൾ ഇത്രയും പൈസ അടിച്ചിട്ട്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അപ്പോൾ അങ്ങനെ പറഞ്ഞു. പിന്നെയും വിളിച്ചുകൊണ്ടിരുന്നു. ഒരാഴ്ച കഴിഞ്ഞ് പിന്നെയും വിളിച്ചു. എവിടെയോ നമ്മുടെ സാധനം, ഇത്രയും പൈസ കൊടുത്തിട്ട് ഇതാക്കിയ സാധനം. കസ്റ്റമർ കെയറിൽ വിളിക്കുമ്പോൾ അവർ പറയുന്നു അവർക്കൊരു ഉത്തരവാദിത്വം ഇല്ലാത്ത പോലെയാണ് അവർ സംസാരിക്കുന്നത്. പിന്നെ ഈ ഡെലിവറി ഏജൻസിനെ എങ്ങനെ നമ്മൾ കോൺടാക്ട് ചെയ്ത് വിളിക്കുമ്പോൾ അവരാണെങ്കിൽ ഒരു മര്യാദയില്ലാതെയാണ് സംസാരിക്കുന്നത്. അപ്പോൾ ലാസ്റ്റ് ഞാൻ ഇന്നലെ വിളിച്ചപ്പോൾ അവർ പറഞ്ഞു, ഒരു കാര്യം ചെയ്തോളൂ, നിങ്ങൾ നമ്മുടെ വീട്ടിൻ്റെ അടുത്തുള്ള ഹബ്ബ് തന്നെയാണ്, അവിടെ വന്നിട്ട് നിങ്ങൾ കളക്ട് ചെയ്തോളൂ എന്ന് പറഞ്ഞു. ഓക്കെ, അവർ നമുക്ക് കൊണ്ടുതരേണ്ട, നമ്മൾ പോയി കളക്ട് ചെയ്തേക്കാം എന്ന് വിചാരിച്ച് നമ്മൾ അവിടേക്ക് പോകുമ്പോൾ കണ്ട കാഴ്ച എന്താണെന്ന് വെച്ചാൽ, ഒരുപാട് സാധനങ്ങൾ ഇങ്ങനെ നിരത്തിയിട്ടിരിക്കുകയാണ്. കിട്ടി പോയാൽ പോയി, പൈസ അടിച്ചൊന്നും അവിടെ കാര്യമില്ല. ഒരുപാട് സാധനങ്ങൾ നിരത്തിയിട്ടിരിക്കുന്നതിൽ നിന്നും ഇവർക്ക് ഇത് കണ്ടെത്താൻ പറ്റുന്നില്ല. കുറേ സമയം പരതി അവർ പറയുന്നു സാധനം കാണുന്നില്ല എന്നാണ് അവർ പറയുന്നത്. എത്ര കൂളായിട്ടാണ് പറയുന്നത്. നമ്മൾ ഒരുപാട് പൈസയും അടച്ച് നമ്മളിവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. നമ്മുടെ മനസ്സിൻ്റെ ആ ഒരു വിഷമം, നമ്മൾ അനുഭവിച്ച വിഷമം ഫ്ലിപ്കാർട്ട് തീർത്ത് തരുമോ നമുക്ക്? ശരിക്കും പറഞ്ഞാൽ ഇത് നമ്മൾ ശരിയായ രീതിയിൽ നമ്മളിത് കൈകാര്യം ചെയ്ത് കൊണ്ടുപോകണ്ട. പക്ഷെ നമുക്കതിനൊന്നും ഇപ്പോൾ സമയവും ഇല്ല, നമ്മുടെ കയ്യിൽ പൈസയും ഇല്ല ഇതിൻ്റെ പുറകെ നടക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ അനുഭവിച്ച മാനസിക പീഡനം എന്ന് പറഞ്ഞാൽ ഒരുപാടാണ്.
ഈ പൈസയും കൊടുത്ത് നമുക്ക് സാധനവും കിട്ടാതെ. അപ്പോൾ ഈ ഡെലിവറി ഏജൻറ്റിൻ്റെ അടുക്ക പോയി നോക്കുമ്പോൾ അവരിങ്ങനെ ഒരു ഉത്തരവാദിത്വം ഇല്ലാതെ അവർ പെരുമാറുന്നു. അപ്പോൾ ഇത് എവിടെ പോയി എന്നുള്ളതിന് ഇപ്പോഴും നമുക്കൊരു ഉത്തരം കിട്ടിയിട്ടില്ല. ഈ സാധനം എങ്ങോട്ട് പോയി എന്നതിനെക്കുറിച്ച് നമുക്കൊരു ഉത്തരം ഇതുവരെയും കിട്ടിയിട്ടില്ല. അവർ പറയുന്നത് ഇന്ന് തരാം നാളെ തരാം, നമുക്കറിയില്ല. സംഭവം ഇതെന്താണെന്ന് വെച്ചാൽ ഒന്നുകിൽ ഇവരത് റോങ് ആയി എവിടെയോ ഡെലിവറി ചെയ്ത്, ചെറിയ സാധനം ഓർഡർ ചെയ്തവർക്ക് കൊണ്ടുപോയി വലിയ സാധനങ്ങൾ കൊടുത്ത് അവരിത് പറയുമോ, അല്ലെങ്കിൽ അവിടെ ഉള്ളവന്മാർ മുക്കി തന്നെ പറയേണ്ടി വരും. ഈ ഹബിലുള്ളവർ മുക്കിയിട്ടുണ്ടാവും. അല്ലാണ്ട് ഇത് എവിടെ പോയി, സാധനം എവിടെ പോകും, നമ്മൾ ഈ ഡെലിവറി കാണിക്കുന്ന സാധനം എന്താ അപ്രത്യക്ഷമായി പോവുമോ? അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഇനിയും തന്നെ ഇതുപോലെയുള്ള ആപ്പിലൊക്കെ ഓരോ സാധനം ഓർഡർ ചെയ്യുമ്പോൾ നിങ്ങൾ സൂക്ഷിച്ച് തന്നെ ചെയ്യുക. കഴിയുന്നതും ക്യാഷ് ഓൺ ഡെലിവറി ചെയ്യുന്നതായിരിക്കും നല്ലത്. എന്നാൽ നമുക്ക് ഈ മനസ്സിന് കുറച്ച് സമാധാനം കിട്ടണോ, ഓരോന്ന് ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. അപ്പോൾ നമ്മൾ പിന്നെയും കസ്റ്റമർ കെയറിലൊക്കെ വിളിച്ച് ലാസ്റ്റ് നമുക്ക് എന്തോ ഭാഗ്യത്തിന് നമുക്കത് ക്യാൻസൽ ചെയ്യേണ്ട ഒരു ഓപ്ഷൻ ഉണ്ടായി. ഇത് നമ്മുടെ ഭാഗ്യം, അല്ലെങ്കിൽ ആ പൈസ മുഴുവൻ നമുക്ക് പോയി കിട്ടുന്നതായിരുന്നു. പക്ഷെ നമ്മൾ അനുഭവിച്ച ആ മാനസിക വിഷമം ആര് തീർത്തു തരുന്നും കൂടി നിങ്ങളൊന്ന് പറയണം. ഇതുപോലെയുള്ള ആപ്പുകളിൽ വിശ്വസിച്ച് തലവെച്ച് കൊടുത്ത് ഒരു ഉത്തരവാദിത്വം ഇല്ലാതെ വെറും പൈസ മാത്രം, ശമ്പളം കിട്ടുന്നതിന് മാത്രം ഇങ്ങനെയുള്ളവന്മാരൊക്കെ ഇരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശമാണ്. ആ ഫ്ലിപ്കാർട്ടിൽ നിന്ന് കസ്റ്റമർ കെയറിൽ വിളിച്ചാലാണെങ്കിൽ അവരുടെ ആ ഒരു സംസാര രീതിയൊക്കെ കേട്ടാൽ സംസാര രീതി കേട്ട് അവസാനം ഒന്നിനും മറുപടി വരാതെ വെച്ചിട്ട് പോയോ? അങ്ങനെയാണോ ചെയ്യേണ്ടത്? ഇതിപ്പോൾ ഫ്ലിപ്കാർട്ടിലെ ഏതെങ്കിലും ഒരു ഡെലിവറി ഏജൻറ്റോ മറ്റോ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനൊരു റിപ്ലൈ എനിക്ക് തരാൻ വേണ്ടി പറ്റും. എന്നെപ്പോലെ ഇങ്ങനെ നടക്കാൻ പറ്റാത്തവരൊക്കെ എന്ത് ചെയ്യണം? നിങ്ങൾ ഇതുപോലെയുള്ള ചീറ്റിംഗ് നമ്മളോട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ആരോട് പറയണം? നിങ്ങൾ ഇത് ഡെലിവറി ഏജൻസ് ആയാലും ഒന്നും ഇതിൽ ഉത്തരവാദിത്തം ആരും ഏറ്റെടുക്കുന്നില്ല. ഇപ്പോൾ എന്ത് ധൈര്യത്തിലാണ് ഇതുപോലെയുള്ള ഓൺലൈൻ ആപ്പുകളിലൊക്കെ നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്നത്? നിങ്ങൾ തന്നെ ഉത്തരം പറ. ഇതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വലിയൊരു സംഭവം തന്നെയാണ്, വലിയൊരു പ്രശ്നം തന്നെയാണ്. അത് എന്നെപ്പോലെയുള്ള പാവങ്ങളോട് മാത്രമാണല്ലോ ഇതുപോലെയൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇനിയും തന്നെ ഇതുപോലെയുള്ള ചതികളിലൊന്നും ആരും പോയി പെടരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഓർഡർ ചെയ്യുമ്പോൾ നല്ല ആപ്പ് തന്നെ തിരഞ്ഞെടുക്കുക, ക്യാഷ് ഓൺ ഡെലിവറി ആക്കി അത്രയും നല്ലത്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ടാറ്റ. മറക്കരുത് സബ്സ്ക്രൈബ്, ഷെയർ ആൻഡ് ലൈക്ക്.